ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. SSF സാഹിത്യോത്സവവേദിയിൽ കഥ കേൾക്കാനെത്തിയ എൻ്റെ പ്രിയ കൂട്ടുകാരെ, അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന വർണ്ണാഭമായ ഈ സാഹിത്യോത്സവവേദിയിൽ ഞാൻ നിങ്ങളൊരു കൊച്ചു കഥ പറയാണ് വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജ്റയ്ക്ക് മുമ്പുണ്ടായ സംഭവബഹുലമായ ചരിത്ര പുസ്തകത്തിൽ നിന്നും ചെറിയൊരേട്. കഥയുടെ പേര് പ്രവാചകർ പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ട് അറബികൾക്കിടയിൽ പോരുമയും തറവാട് മേയ്മയും ഗോത്രവർഗ സമവാക്യങ്ങളും കൊടി കൊത്തി വാണിരുന്ന കാലം. ഞങ്ങളാണ് ഉന്നതരെന്നും മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും മേനി നടിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും സംഘർഷങ്ങൾ വരെ പതിയാകുകയും ചെയ്ത മക്കക്കാർക്കിടയിൽ അന്നൊരു ദിവസം വലിയ പ്രശ്നമുടലെടുത്തു. മക്കയിലുണ്ടായിരുന്ന വലിയ വെള്ളപ്പൊക്കം കാരണം കാബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. മക്കക്കാർ കാബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അവരവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കാബ പുതുക്കി പണിയാൻ പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, മറ്റു ചിലർ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. പാഠമറിയുന്നവർ ഭംഗിയായി കഅബ പടുത്തുയർത്തുന്നു. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബയിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഹജറുൽ അസ്വദ് സ്വർഗീയ കല്ല് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ തർക്കമായി. ഓരോരുത്തരും ഞങ്ങളാണ് ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ അർഹരെന്ന് വാദിച്ച് രംഗം വഷളാക്കി. ഞാൻ വെക്കാം ആരും വിട്ടുകൊടുക്കുന്നില്ല. പലരും പല പോംവഴികളും പറഞ്ഞെങ്കിലും ആരും സ്വീകരിച്ചില്ല. തർക്കം മൂർച്ഛിച്ച് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കണ്ടപ്പോൾ കൂട്ടത്തിൽ നിന്നും മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇനി ആരാണോ കഅബയിലേക്ക് ആദ്യം വരിക അവരെ നമുക്ക് മധ്യസ്ഥനാക്കാം. അവർ സ്വീകരിക്കുന്ന എന്തും നാം തയ്യാറാവണം. ഇനി കഅബയിലേക്ക് ആദ്യം വരുന്നത് ആരാണ്? എല്ലാവരും വഴിയോരത്തിലേക്ക് കണ്ണും നട്ടിക്കുകയായി. കുറച്ച് സമയത്തിനകം അതാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ കടന്നു വരുന്നു. ആരാണത്? എല്ലാവരും ആ വരുന്നയാളെ തന്നെ നോക്കി നിന്നു. അടുത്തെത്തിയപ്പോഴല്ലേ കൂടെ എന്നവരുടെ കണ്ണുകൾ ആഹ്ലാദത്തോടെ പ്രകാശിച്ചു. ഹൗ, സമാധാനമായി. നമ്മുടെ അൽ അമീനാണല്ലോ വരുന്നത്. ഏവർക്കും സ്വീകാര്യനായ ഒരാൾ. അവിടെ കൂടിയവരെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട് ഒരു വിരിപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആ വിരിപ്പ് നിലത്ത് വിരിച്ച് ഹജറുൽ അസ്വദ് സാവധാനപൂർവ്വം അതിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അതിൻ്റെ അറ്റത്ത് പിടിച്ചു പൊക്കാൻ കൽപ്പിച്ചു. എല്ലാവരും കൂടി പൊക്കിയ ഹജറുൽ അസ്വദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങൾ കൊണ്ട് അതിൻ്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും എല്ലാവർക്കും സന്തോഷമാകുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എത്ര കെട്ടിപ്പിടിഞ്ഞ പ്രശ്നമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്സാരമായി തീർത്തത്. എന്തു കുഴഞ്ഞ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കോടതി കൂടിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.